അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അജ്മീറിലെ രണ്ടാം ദിവസമാണ്. ഞങ്ങൾ ഇന്ന് നാഗൂരേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ രാവിലെ 7 വണ്ടി വരും. ഏത് നാഗൂരല്ല, അജ്മീറിൻ്റെ അടുത്തൊരു നാഗൂരുണ്ട്. അതായത് ഹാജാത്തങ്ങൾ മുരീദിൻ്റെ മക്ബറൊക്കെ ഉള്ള രണ്ടാമത്തെ മുരീദിൻ്റെ അവിടേക്കാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി വിവരങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഓക്കെ. അജ്മീറിലെ കോയിനെ ബൈക്കിലേക്ക് കെട്ടിട്ടുണ്ട്. നമ്മളിതാ എവിടെയൊക്കെ പോണേ? നാഗൂരേക്കുള്ള പോക്കാണ്. അയ്യേ, പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അബ്ദുള്ള എന്താണ് നമ്മളെ അവളെ കുട്ടി? ഇന്നലെ കണ്ടാൽ ഇന്നുണ്ട് കഴുതകള്. കൈത എടാ അവര് നമ്മളെ നാട്ടില് ട്രിപ്പിലൊക്കെ സാധനം കൊണ്ടുവരും. ഇവിടെ കൈത പുറത്താ കൊണ്ടുവരും. അങ്ങനെതാ നമ്മള് നാഗൂരേക്ക് പോകാനുള്ള ബസ്സിന്റെ അടുത്തെത്തി ഗൈസ്. നീല ബസ്. നമ്മുടെ അഹമ്മദാബാദിലെ ബസ്സിനെക്കാട്ടും അടിപൊളി ബസ്സാണ്. കാഴ്ചേരി ഉള്ളിൽ കയറി മനസ്സിലാ ബാക്കി എന്താണ്. ഓ നിസൈഫേ, എന്താണ് വാങ്ങണേ? നല്ല പോയിന്റാ. അങ്ങനെ നമ്മളിതാ നാഗൂരേക്കുള്ള യാത്രയിലാണ്, ബസ്സിലാണുള്ളത്. അപ്പോൾ 180ഓളം കിലോമീറ്റർ താണ്ടിയിട്ട് നാഗൂർ എത്താൻ കഴിയും. അപ്പോൾ യാത്രയിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതിൻ്റെതായ ഒരുപാട് പരിധികളുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ പോകുന്ന റൂട്ടിൽ വലതു ഭാഗത്തായിട്ടൊരു ചെറിയൊരു സംഗതി ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ ഈ കാണുന്ന മലകളുണ്ടല്ലോ, ഇത് ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ഹരിയാന വരെ നീണ്ടു നിൽക്കുന്ന മലനിരകളാണ്. ഇതിൻ്റെ പേര് ആരവല്ലി മലനിരകൾ എന്നാണ്. ഏകദേശം 625ഓളം കിലോമീറ്ററുകൾ നീളമുണ്ട് ഈ മലനിരകൾ. അപ്പോൾ ഇതൊരു യാത്രയുടെ കൗതുകമായി തോന്നിയപ്പോൾ നിങ്ങളൊന്ന് അറിയിച്ചെന്നുള്ളൂ. ഓക്കെ. ആരവല്ലി മലനിരകൾ നാഗൂരാണ് എത്തിയത്. നാഗൂർ ഒരുപാട് ഇവിടെയൊക്കെ ദയനീയമായ അവസ്ഥ ആണ്. അതെ ശോചനീയം എന്ന് പറഞ്ഞാൽ മതിയാവാത്ത അവസ്ഥയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നൂടി പറയും. അത് കണ്ടോ, എന്താ പറയാ, ഒരു ഷീറ്റിന്റെ അടിയിൽ കുറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഒരവസ്ഥ. നമ്മുടെ മോദിയുടെ നാടാണ്, എന്താ ചെയ്യാം. അല്ല രാജസ്ഥാനാണിത്. അപ്പോൾ നമ്മളെ ഈ ഇന്ത്യൻ്റെ, അതായത് കേരളം വിട്ട് കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ പല മേഖലകൾ, ഇന്ത്യയിലെ പല ഭാഗങ്ങളുടെ അവസ്ഥ തന്നെയാണ്. ഉത്തരേന്ത്യൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഓരോ കുടുംബങ്ങളും ഓരോ പട്ടിണികൾ മാറ്റാനുള്ള പാടുകൾ. മാഷാ അല്ലാഹ്. ഹജാതങ്ങൾ രണ്ടാമത്തെ മുരീദിന്റെ സ്ഥലമാണ്, മഖാം. ഇതൊക്കെ നല്ല തണുപ്പാട്ടോ. തണുപ്പിൻ്റെ ഒരു ഏരിയ ആണ് ഇപ്പോൾ. സീസൺ, തണുപ്പിൻ്റെ സീസണാണ് ഇപ്പോൾ. ഓ, ഈ തണുപ്പ് കയ്യൊന്ന് ഊത്തി നോക്ക്. അല്ല, ഈ വെള്ളത്തിൽ കയ്യൊന്ന് ഊത്തി നോക്ക്. എന്താണ് അവസ്ഥ? അടിയെ ഹീറ്ററില്ലേ?
ഇത് മറ്റേ മഞ്ഞക്കുളം വെക്കാൻ വേണോ? മഞ്ഞക്കുളം വെക്കാൻ വേണോ? അജ്മലെ നൂതെടുക്ക് നോക്കട്ടെ, നൂതെടുക്ക് നോക്കട്ടെ. അല്ലേ ഇവിടെ ഇറങ്ങിയപ്പം തന്നെ തണുപ്പാ. ഇനി വെള്ളത്തിന്റെ ഒരു അവസ്ഥ തേങ്ങും ചെയ്യാൻ നമുക്ക്. ആ ചുമരമ്പലൊക്കെ ഫുള്ള് വണ്ണ. ഞാനേ കോയി തൂങ്ങിയായിരുന്നു നല്ലതാ. നല്ല ചൂടല്ലേ വെള്ളത്തിൽ, നല്ല ചൂടാ. കേസി വന്ന് പുക എടുത്തോളൂ. ഉപ്പ് വെള്ള അന്ന് ആരും തൊള്ളലാക്കണ്ട. കേസി തൊട്ട് നോക്ക. ഓരോന്റെ പോരത്തെ കറിന്റെ പാത്രത്തിൽ നിന്ന് ഉപ്പുണ്ട് നോക്കുക. ചെയ്യാൻ പോണം. ഒന്നാമത് നല്ല തണുപ്പ്. ഇത് രാജസ്ഥാൻ ആയതുകൊണ്ടേക്ക് ഫുള്ള് മാർബിൾ ഇല്ലേ. അതായത് ഇവിടെ ഞങ്ങൾ ഇന്നലെ കിടന്നല്ലോ എന്താ ലോഡ്ജിലെ കട്ടില് വരെ മാർബിൾ. ഇവിടെ ഫുള്ള് മാർബിൾ, നിലവും മുറ്റവും ഒക്കെ മാർബിൾ, മാർബിൾ മാർബിൾ മാർബിൾ. സുന്നത്തോട് കൂടി കുടിക്കേണ്ട രൂപം അല്ല ഇരുന്ന് കുടിക്കണ. ഇങ്ങനെ അവനിങ്ങനെ വ്ളോഗ് പറഞ്ഞിട്ട് മുന്നേ കുത്തിട്ട് നിന്ന് കുടിക്കുക. എനിക്ക് തോന്നുന്നുണ്ട് ഒക്കെ ഇതിൽ കയറും. ഇവിടുത്തെ വെള്ളത്തിന്റെ സിസ്റ്റം പറഞ്ഞാല് ഒരുപാട് കൂലികൾ എന്ത് ചെയ്യും വെക്കും. നല്ല തണുപ്പാണ്. അത് ഇത്തരത്തിലുള്ള ചെറിയ ഗ്ലാസ് ഈ ഒരു സ്ഥലത്ത് നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിടിച്ചോട്ടെ. അതെ അതെ നല്ല തണുപ്പ്. ഫ്രിഡ്ജിൽ നിന്നൊക്കെ നമുക്ക് വേണേ ഒരു വത്തക്ക വാങ്ങിയിട്ട് ഇവിടെ വത്തക്കള ഉണ്ടാക്കാം. നമുക്ക് എന്തായാലും കിട്ടുന്ന ചരിത്രം അറിയാതെ ഷമ്മാസ് സംഘത്തിന് റിവ്യൂസ് ആയ കുറ്റം പറഞ്ഞ് ഇരുന്ന് കുടിക്കുക. നിങ്ങൾ എന്താണ് ബംഗാളി തണുപ്പത്ത് നിഹാരിസ ഉതിർക്കുന്നതാണ്. അവിടെ വെള്ളം ക്ലിയർ അങ്ങനെ തണുപ്പുണ്ടോ? അല്ലല്ല വെള്ളം ഇങ്ങനെ എന്ത് തണുപ്പാ. മഹാനായ സുൽത്താൻ ഹിന്ദ് ഹാജ തങ്ങളുടെ രണ്ടാമത്തെ മുരീദ് ഖലീഫ അമീനുദ്ദീൻ നാഗൂരി എന്നിവരുടെ മഖാമാണ്. അപ്പോൾ അമീനുദ്ദീൻ തങ്ങളുടെയും അവരുടെ സഹോദരൻ, ഭാര്യ എന്നിവരുടെയൊക്കെ മക്കാം ഇവിടെ ഉണ്ട്. അതാണ് ഈ ഒരു നാടിൻ്റെ പ്രത്യേകത, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇൻഷാ അല്ലാഹ് അടുത്ത ദർഗയിലേക്കുള്ള പോക്കാണ്. ഇതേതാ സ്ഥലം എന്ന് അറിയാം, നമുക്ക് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം. ഏതായാലും നാഗൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്.
ഇവിടെയുള്ള മഹാന്മാര് ഉപയോഗിച്ച സാധനങ്ങളാണ്. രാജാവ് പോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വണ്ടി, അന്നത്തെ വണ്ടിയായിരിക്കും. മുകളിൽ വീഡിയോ കാണുന്നുണ്ടല്ലോ. തലപ്പാവ്, തസ്ബീഹ്മാല, കത്തികള്, വാള്, പാത്രങ്ങള്, മുത്തുനബി തങ്ങളുടെ ആസാറുള്ള ഒരു സ്ഥലം കാണാൻ പോവാണ്. ഇതുകൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അജ്മീറിലേക്ക് തിരിക്കും. ഇത് വേറെ സ്ഥലമാണ്. അച്ഛനറിയോ സ്ഥലമാണ്? രാജസ്ഥാൻ അല്ലാണ്ട് പിന്നെ നാഗൂരാന്നല്ല, നാഗൂരിന്ന് പോകുന്നത്. സ്ഥലത്തിന്റെ പേര് കാണിക്കുന്നില്ല. കാണിക്കാറില്ല, എനിക്ക് വായിക്കാറില്ല. അല്ല, ഇവിടെ ഇല്ലാത്തോണ്ടാണ് എനിക്ക് വായിക്കാൻ കടന്റെ പേര്. ഒരു കുഗ്രാമല്ലേ? കാളല്ല, ഇത് കാള പശു. റോഡ് കൂടെ ഇങ്ങനെ നടത്താൻ ഇതൊക്കെ മെയിനാണ് സ്ഥലത്തിലും. अरे भाई क्या करता हूँ? ये भाई നമുക്ക് സ്ഥലം കാണിച്ചു തരുന്നുണ്ട്. भाई शुक्रन. നമ്മുടെ ഡ്രൈവറായില്ലേ, മാറിപ്പോയ ഗൈസ്. നല്ല തീക്ഷ്ണമായ പവറായിട്ട് വരുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആസാറുള്ള സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. റോൾ ഷെരീഫോ? എന്താണ് റോൾ ഷെരീഫ് എന്നാണ് ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര്. മാഷാ അല്ലാഹ്. നമുക്ക് ബൈനോട് ഇരിക്കാം. ബൈ. मुझे मना है दरगाह शरीफ वो सामने है. हाँ मुझे मना ले आ जा आराम से. हाँ ओके ओके. और तुम जाना उधर है. हाँ या आ जाओ. ओके. मना ले अंदर जाओ. അവിടെയാണ് ടോയ്ലറ്റ്. जाओ अंदर जाओ. अंदर जाओ. आ जाओ. ഉദുള്ളവർക്ക് ഉദുർക്കണ്ട, അല്ലാതെ ഉദർത്തായി. നമ്മള് കാണാത്തൊരു സംഗതി കണ്ടാണ്. സെരുദിന് എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്നറിയോ? ശരിയോ, എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം എന്നറിയോ? ഞാൻ കാണാത്താണ് 5 വ്ളോഗിലൂടെ പറയാ. 2007 നമ്മുടെ നാട്ടിലൊരു സൈക്കിൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരുന്നു. എന്നോട് പറയാ 2007 ജബ്ബാർക്കായില്ലേ, മൂപ്പര കഴിഞ്ഞ രാജ്യമാണ്. 2007 ജബ്ബാർക്കായി എടുത്തിട്ടുണ്ടായിരുന്നു. हबीब मुस्तफ़ा से चलो. दरगाह. हाँ वही. अल्हम्दुलिल्लाह माशाअल्लाह अल्हम्दुलिल्लाह. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുള്ള സ്ഥലമാണിത്.
इसका फोटो देना सब लोग आएंगे फिर दिखाएंगे इंशाल्लाह और लोग हैं यहाँ भी है। आ गए सब लोग आई नहीं है अभी आऊँगा हाँ सर केरला लिबास मार्ग ऊपर वाला जो एक हिस्सा खुला नजर आ रहा लाइनिंग वाला ये हमारे सरकार का कुरान शरीफ है, जुब्बा मुबारक है, लिबास मुबारक। और जो चमकीला नजर आ रहा 3 हिस्से में सुने रंग वाला, जरी वाला, गोल्डन कलर वाला, चमकदार, ये इसका जुल्दान है, गिलाफ है, खोली है, कवर है। जुब्बा रसूल के 3 हिस्से जुल्दान के अंदर में, कवर के अंदर में पैक किए हुए हैं हिफाजत के लिए, और एक हिस्सा दीदार के लिए, जियारत के लिए खुला रखा हुआ है। ഇത് മുകളിൽ കാണുന്നത് കവറാണ്. 3 ഇത് കണ്ടില്ലേ, പിന്നെ ലൈൻ ഇട്ടതാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുബ്ബ ഷരീഫ്. ये कवर है, कवरान ഇത് കവറാണ്. ये वजू करने का लोटा है, अस्तावा शरीफ, सदका शरीफ, पानी का सुराही, पानी का केटली, किंडी। ये हजरत काजी हमीदुद्दीन नागौर रहमतुल्लाह अलैह का है। हजरत काजी हमीदुद्दीन नागौर रहमतुल्लाह अलैह जुब्बा रसूल को यहाँ लाने वाले उन वली का ये किंडी है। आपका मकबरा मेहरौली शरीफ दिल्ली, ख्वाजा कुतुबुद्दीन बख्तियार काकी रहमतुल्लाह अलैह की दरगाह शरीफ है मेहरौली शरीफ दिल्ली में। उसी दरगाह शरीफ में आपका भी मकबरा है, और आप ख्वाजा कुतुबुद्दीन बख्तियार काकी रहमतुल्लाह अलैह के उस्ताद भी हैं। इसी किंडी में आपने एक बार पानी भरकर हिंदुस्तान के मशहूर बादशाह सुल्तान शमसुद्दीन अल्तमश, उनकी पूरी फौज को आपने पानी पिलाया एक ही किंडी से, पूरा मिलिट्री को एक किंडी से पानी का भर के दिया। पूरा फौज ने, पूरा मिलिट्री ने पानी पिया, लेकिन पानी से कम नहीं हुआ। यमन की मिट्टी का बना हुआ है। वो हमीदनगर शेख का किंडी है, काजी हमीदुद्दीन नागौर रहमतुल्लाह अलैह। आपका मकबरा मेहरौली शरीफ दिल्ली, दिल्ली. ख्वाजा कुतुबुद्दीन बख्तियार काकी रहमतुल्लाह अलैह की दरगाह शरीफ है मेहरौली शरीफ दिल्ली में। उसी दरगाह शरीफ में आपका मकबरा है। आप ख्वाजा कुतुबुद्दीन बख्तियार काकी रहमतुल्लाह अलैह के उस्ताद भी हैं। नागौर शरीफ में जो मकबरा है वो सूफी हमीदुद्दीन नागौर रहमतुल्लाह अलैह, गरीब नवाज के फर्स्ट खलीफा। അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറുകൾ കണ്ടുവരാണ്. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. അവിടുന്ന് അവർ ചൊല്ലിയ മദ്ഹുകളും ഒക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കേൾപ്പിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറ് കണ്ട് തിരിച്ചു വരികയാണ്. അൽഹംദുലില്ലാ. മുത്തുനബി തങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ജുബ്ബ ഷരീഫ് ഒക്കെ കണ്ടു. അജ്മീർ ഒരു രസകരമായിട്ടുള്ള സംഭവം നടന്നത്. ഞങ്ങൾ ചെരുപ്പ് പുറത്ത് വെച്ച് ഉള്ളോട്ട് കയറിയതാ. കുറെ നേരം തിരക്കലുണ്ടായിരുന്നു. അവസാനം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചെരുപ്പില്ല. അവസാനം ഞങ്ങൾ സസി അപ്പോൾ 299 സോറി എത്ര 299 റുപ്യ 100 റുപ്യ 2 ചെരുപ്പ് വാങ്ങി. 500 റുപ്യ എടുത്ത് ബാക്കി 1 റുപ്യ തിരിച്ചു നിൽക്കണം. ഏതായാലും എടാ ചെരുപ്പ് കാണിക്കി. ഞങ്ങളുടെ ചെരുപ്പാണ് ഇത്, നല്ല ചെരുപ്പ് പോയി. അവസാനം 100 റുപ്യ 2 ചെരുപ്പ് വാങ്ങി. ഓക്കെ, അജ്മീറിലെ ചിക്കൻ യെല്ലോ, വൈറ്റ്, ഗ്രീൻ, റെഡ് ചിക്കൻ ചിക്കൻ അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങി തിരിച്ചു പോവുകയാണ്. ഇവിടെയൊക്കെ ഫുള്ള് കമ്പിമലാക്കി കോയ. നമ്മുടെ നാട്ടിലെ ഷവർമ അല്ലേ, ഷവർമ 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 അല്ലേ, നമ്മുടെ നാട്ടിലെ ഷവർമ അല്ലേ, ഷവർമ
നല്ല റൈസ് ഉണ്ടാവില്ലേ ചോറ് റൈസ് വാങ്ങിയാലോ ഫ്രൈഡ് റൈസാ മൂപ്പര് ചെരുപ്പ് പോയിക്ക് ഞങ്ങളെപ്പം ഉണ്ടായിരുന്നു മൂപ്പര് ചെരുപ്പ് പോയി ഞങ്ങൾ മൂന്നാൾക്കാർ പോയി ചെരുപ്പൊക്കെ വാങ്ങി ചെരുപ്പ് പോയില്ലേ ചുമ്പര് റിച്ച് അതായത് സ്റ്റാൻഡേർഡ് ഇട്ട് കളിക്കൂല ഞങ്ങൾ 100 രൂപ ചെരുപ്പ് വാങ്ങി മൂപ്പര് 500 രൂപ ചെരുപ്പ് വാങ്ങി ഇവര് ഒന്ന് പോയി അടുത്ത് പിന്നെ വരും